പ്രിയപ്പെട്ട നമസ്കാരം. മൈ ലൈഫ് മൈ മൂവി നമ്മുടെ ചാനലിന്റെ ഏകദേശം 41ാമത്തെ എപ്പിസോഡാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. അപ്പോൾ മച്ചാമാരെ, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമ ചെയ്തു. ഒരു തട്ടിക്കൂട് സിനിമ എന്താണെന്ന് അറിയാതെ മനസ്സിൽ തോന്നിയ ഒരു കഥ. അത് അത്യാവശ്യം എനിക്ക് തിയേറ്ററിൽ കൊണ്ടുവന്ന് അതിൻ്റെ പ്രിവ്യൂ ഒന്ന് കണ്ട് അതെനിക്ക് OTTയിൽ അപ്ലോഡ് ചെയ്തു. അതിനുശേഷം എൻ്റെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്ത ഒരു ചെറിയ സബ്ജക്റ്റാണ് ഞാൻ പറയാനുള്ളത്. ഒരു സിനിമയെ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എനിക്ക് അതിനകത്ത് ഉണ്ടായ കുറേ മോശം അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഹാസ്യമായ കുറേ കാര്യങ്ങൾ, കുറേ പഠനങ്ങൾ, അങ്ങനെ ഒരുപാട് കുറച്ച് ബാധ്യതകൾ, കുറേ സുഹൃത്തുക്കൾ എന്നുള്ള ഒരു കുറേ മേഖലകൾ കിട്ടിയ ഒരു സംഭവമാണ് ഔഡി പ്ലസ്. ഔഡി പ്ലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔഡി പ്ലസ് വെടി എന്നായിരുന്നു ആദ്യത്തെ പേര്. ഔഡി പ്ലസ് വെടി. എന്താണ് നിങ്ങൾ അങ്ങനെ ഇടാനുള്ള കാരണം എന്ന് തന്നെ ജസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് ഒരു ചിന്ത പോയി കാണും. ഔഡി എന്ന് പറയുമ്പോൾ അന്ന് ഏറ്റവും ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 5 വർഷമായി ആ സംഭവം തുടക്കം കുറിച്ചിട്ട് 2 വർഷം എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്തു, പാക്കപ്പായി. അപ്പോൾ അതിലേക്ക് വരാം. എൻ്റെ കുറേ കാര്യങ്ങളുണ്ട്, രസകരമായ കുറേ കാര്യങ്ങളുണ്ട്, അതിലേക്ക് തീർച്ചയായിട്ടും വരാം. അപ്പോൾ അതിന് മുൻപ് എന്താണ് ഈ ഔഡി പ്ലസ് മീൻസ് ഔഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, കാറാണ്. ഒരു ഉയർന്ന നിലവാരമുള്ള കാറാണ്. ഇന്ന് അത് അത്ര ഉയർന്ന നിലവാരമൊന്നുമല്ല, അതിന് മേളിൽ ഒരുപാട് കാറുകൾ ഇറങ്ങുന്നുണ്ട്. പിന്നെ പ്ലസ് വെടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔഡിയുടെ കൂടെ തന്നെ ഒരു കാൾ ഗേളായിട്ടുള്ള ഒരു ഇച്ചിരി മോശം സ്ത്രീയാണ്. അങ്ങനെ ഒരു കാൾ ഗേളിൻ്റെ കഥാപാത്രം ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അത് നമ്മുടെ ഇന്ദുലേഖയാണ്. അതേപോലെ അതിൻ്റെ തന്നെ നായിക സാന്ദ്ര എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. അതിൻ്റെ നായകനായിട്ട് നജൂബ് ആയിരുന്നു. നജൂബ് ട്രിവാൻഡ്രം ഉള്ളതാണ്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു പയ്യനാണ്. പിന്നെ അതേപോലെ ഇതിന് നായക കഥാപാത്രത്തിൻ്റെ കൂട്ട് തന്നെ മെയിൻ ഹീറോസ്, അതായത് ഇവരെയൊക്കെ കൊണ്ട് നടക്കുന്ന ഒരു ഗ്യാങ്ങിനെ കൊണ്ട് നടക്കുന്ന മെയിനായിട്ടുള്ള ടീംസ്, GK എന്ന് പറയുന്ന വിനോദ് കുമാർ ആയിരുന്നു. അദ്ദേഹം ഓൾ കേരള മൊബൈൽ അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. അങ്ങനെയുള്ള സാധനമുണ്ട്. അതേപോലെ തന്നെ അടിപൊളി ലുക്കാണ് കേട്ടോ, പക്ക ലുക്കാണ്, മുസ്ലിം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹമൊക്കെ നമ്മളിലേക്ക് നല്ല രീതിയിൽ സഹകരിച്ചു. കുറച്ച് ആദ്യമായിട്ടുള്ള സിനിമയിലാണെങ്കിലും അദ്ദേഹം വരികയും അതേപോലെ തന്നെ നമ്മൾ കൂടെ നിന്ന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ അനുഗ്രഹവും അവരുടെ സഹകരണം കൊണ്ടൊക്കെയാണ് അന്ന് ആ ഒരു മൂവി പൂർണ്ണമായത്. അപ്പം നമുക്ക് നമ്മുടെ മൂവിയുടെ വിഷയത്തിലേക്ക് വരാം. ഞാൻ ഏകദേശം എൻ്റെ കുഞ്ഞുനാൾ മുതൽ തന്നെ ഞാൻ സ്ഥിരം സിനിമകൾ കാണുകയും അതേപോലെ തന്നെ ഡാൻസിൻ്റെ കൊറിയോഗ്രാഫി, ഡാൻസുകൾ ഇഷ്ടപ്പെട്ട് അതുമായിട്ട് ഇറങ്ങുകയും അതിനുശേഷം വിവാഹമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം ഡാൻസിന് പോകാനും മറ്റു കാര്യങ്ങളൊന്നും പറ്റാറില്ല. അപ്പോൾ അങ്ങനെ കല ഉപേക്ഷിക്കാൻ വയ്യാത്തൊരു അവസരത്തിലാണ് തീർച്ചയായിട്ടും ഞാൻ എന്ത് ചെയ്യും, കല നിർത്തണമല്ലോ, ജീവിതമായിട്ട് പോകണമെങ്കിൽ കല നിർത്തിയേ പറ്റുള്ളൂ, കാര്യം വയറ്റിപ്പഴപ്പാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും കലാജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ലൈവ് പരിപാടി സാധ്യമല്ല. കാരണം അതിന് റിഹേഴ്സൽ വേണം, അതിന് പ്രോഗ്രാം കിട്ടണം, പിന്നെ ഒരു വർഷം കാത്തിരിക്കണം, നടക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ കലയെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടാണ് ഔഡി പ്ലസ് എന്ന് പറയുന്ന ഒരു കാൾ ഗേളിൻ്റെയും ഒരു വാടക റെന്റ് വണ്ടിയുടെയും ഒരു സ്റ്റോറി എഴുതുന്നത്. അന്ന് തിരക്കഥ എങ്ങനെയാണ്, അല്ലെങ്കിൽ കഥ എങ്ങനെയാണ്, അതിൻ്റെ സോങ് എങ്ങനെയാണ് നമുക്ക് സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നൊന്നും അറിയാൻ വയ്യാത്ത കാലഘട്ടം, ആരും പറഞ്ഞു തരാനില്ലാത്ത കാലഘട്ടം. അതിനോടൊപ്പം തന്നെ ചെറുപ്പമാണ്, പറഞ്ഞു മനസ്സിലായി, പണികളൊന്നും വലുതായിട്ടില്ലാത്ത ഒരു അന്തരീക്ഷം. അപ്പം നമുക്ക് പൈസ ഇല്ല, ഒരു സിനിമ ആഗ്രഹമാണെങ്കിലും ചെയ്യാൻ. പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് നാട്ടിലൊന്നും ഒരു മനുഷ്യരും ഇല്ല, വീട്ടിൽ നിന്നും വലിയതായിട്ട് സപ്പോർട്ടും ഇല്ല. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക, നമ്മുടെ ഡ്രീം എടുത്ത് പെട്ടി മടക്കി വെക്കാനേ പറ്റുള്ളൂ. കാര്യം ഫിലിം എന്ന് പറയുമ്പോൾ കഥ എഴുതുമ്പോൾ മുതൽ പേന ആയാലും പേപ്പറും ആയാലും സ്വസ്ഥതയാണെങ്കിലും എല്ലാം വേണം. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്നും ഞാനൊരു കഥ എന്തൊക്കെയോ കുത്തിക്കുറിച്ചു. അതായത് പണ്ട് മുതലേ സിനിമ കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു കോൾ ഗേളിനെ വിളിക്കുന്നതും കുറേ ചെറുപ്പക്കാരുടെ നമ്മുടെ ചുറ്റുപാടിന് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ എഴുതി ചേർത്ത ഒരു കഥയാണ് ഔഡി പ്ലസ്. അതിൻ്റെ സ്റ്റോറി ഞാൻ പറഞ്ഞു കൊള്ളാക്കുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രോത്സാഹിപ്പിക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ലിങ്ക് ചൂടെ കൊടുത്തേക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും കയറി കാണണം. കാര്യം അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ നോക്കണ്ട. കാര്യം അതൊക്കെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 5 ലക്ഷം രൂപയ്ക്കകത്ത് ഇപ്പോൾ ചെറിയൊരു ക്യാമറ കൊണ്ട് ചെയ്ത ഒരു ചിത്രമാണ്. അതിനകത്ത് ആദ്യമായിട്ട് വന്ന മിഥുൻ ദ്രോണയായിരുന്നു ക്യാമറാമാൻ. അത് കഴിഞ്ഞ് സാമ്പത്തികത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും പിന്നെ അത് 2-3 ക്യാമറാമാന്മാർ, പിന്നെ നമ്മുടെ ഹസ്കർ അലി എന്ന് പറഞ്ഞ എറണാകുളത്തുള്ള നമ്മുടെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ക്യാമറാമാനായിട്ട് അത് വർക്ക് ഫുള്ള് തീർത്ത് തന്നത് പിന്നീട് ബിജു ആണ്. അതായത് പോത്തൻകോട് ബിജു ആണ്. അപ്പോൾ അദ്ദേഹം നല്ലൊരു ആക്ടറാണ്, അതിലുപരി ക്യാമറാമാനുമാണ്. അപ്പോൾ അദ്ദേഹമാണ് എൻ്റെ ആദ്യത്തെ പ്രോജക്റ്റ് തീർത്ത് തരുന്നത്. അപ്പോൾ നമുക്ക് എൻ്റെ ഔഡി പ്ലസ് എഴുതാനുള്ള ഒരു കാരണം ഞാൻ പറഞ്ഞു, കലാജീവിതം നിർത്താനുള്ള ഒരു വിഷമം കൊണ്ട് അന്ന് കുറേ നാൾ കുത്തിപ്പിടിച്ച് എഴുതിയ ഒരു സംഭവമാണ് അത്. ഈ ഔഡി പ്ലസ് ഒക്കെ എഴുതുന്ന കാലത്ത് ഭയങ്കര സംഭവങ്ങളുണ്ട്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇത് തന്നെ ഒരു എപ്പിസോഡ് 10 പോകും. കാര്യം വളരെ ഷോർട്ടായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അങ്ങനെ ഔഡി പ്ലസ് കഥ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എനിക്ക് കഥ എഴുതാൻ അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ തിരുവനന്തപുരത്തുള്ള ഒരു സുഹൃത്തുണ്ട്, റൂബി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം നമ്മൾ ചൂനാട് ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പറയുകയും അവിടെ ഒരു വീട് എടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ വീടൊക്കെ എടുത്തിട്ട് ഇവർ കഥയൊക്കെ സെറ്റപ്പ് ആകും, ഞാൻ കഥ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ കഥയൊക്കെ എഴുതും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ, ഭക്ഷണമൊക്കെ വാങ്ങി അവിടെ ചെല്ലുമ്പോൾ അവർ കുറച്ച് എഴുതി, എന്നിട്ട് ബാക്കി ഉള്ള ടൈമൊക്കെ കുറച്ച് മദ്യമൊക്കെ കഴിച്ച് അടിച്ച് വിറ്റായി എവിടെയെങ്കിലും കിടക്കും. കടലാസും പേപ്പറും കഥയും ഒന്നും എഴുതാതെ അങ്ങനെ കുറേ ദിവസങ്ങൾ പോയപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടങ്ങൾ വന്നു. ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. കഥ ഞാൻ തന്നെ എഴുതിക്കോളാം, നിങ്ങൾ വിട്ടോളം പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ പിരിഞ്ഞു. പിന്നീട് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു സിനിമ എങ്ങനെയാണ്, അതിനകത്ത് സംഭാഷണമെന്നില്ല, അല്ലെങ്കിൽ കഥാപാത്രമെന്നില്ല. നമ്മളിപ്പം ഒരു സ്ക്രിപ്റ്റ് എഴുതുകയാണെങ്കിൽ ഒരു പേപ്പർ എടുത്ത് രണ്ടായിട്ട് മടക്കി ഇപ്പുറത്തെ സൈഡിൽ അതിൻ്റെ സംഭാഷണങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ എഴുതി അതിൻ്റെ കഥാപാത്രങ്ങൾ, സമയം, ഇൻഡോർ ഔട്ട്ഡോർ, ലൈറ്റപ്പ്, ടേക്ക് നമ്പർ, എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടായിരിക്കും അത്യാവശ്യം ഒരു പൂർണ്ണ സ്ക്രിപ്റ്റായിട്ട് നമുക്ക് വരുന്നത്. എന്തായാലും ഞാൻ ഇതെല്ലാം കഥയും സംഭാഷണവും സന്ദർഭവും ലൊക്കേഷനും എല്ലാം ഒരൊറ്റ പേജിൽ തന്നെ ഉണ്ട്. അതായത് ഞാൻ ഇവിടെ ഇരിക്കുന്നു, എൻ്റെ മുന്നിൽ ഒരു ക്യാമറ ഇരിക്കുന്നു, എൻ്റെ പേര് മനാഫ് എന്നാണ്, ഷൂട്ട് ചെയ്യുന്ന ആളുടെ പേര് പിന്നെ ഇന്നതെന്നാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങ് എഴുതുകയാണ്. അങ്ങനെ ഞാൻ എഴുതിയ ഒരു കഥ പല ആൾക്കാരും പോയി കണ്ടു. ഏകദേശം വടകരയുള്ള രാഗമാലിക എന്നാണ് തോന്നുന്നു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹത്തിനെ ഇറങ്ങിയിരിക്കും. രാഗമാലിക എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് കുറച്ച് കുട്ടികളുണ്ട് അവിടെ. അപ്പോൾ അവരുടെ കുട്ടികളെയൊക്കെ ഈ സിനിമയിൽ ആക്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരൊക്കെ ചെറിയൊരു ഫണ്ട് തരാം എന്നൊക്കെ പറഞ്ഞു. കാര്യം ഒരുപാട് അല്ലെങ്കിൽ പ്രൊഡ്യൂസറിന് വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ അവരൊക്കെ കളിയാക്കി വിടുക. കാര്യം കൊച്ചു പ്രായമാണ്, സെലിബ്രിറ്റികളൊന്നുമില്ല, വലിയ എക്സ്പീരിയൻസ് ഇല്ല, ഒരു പടം പോലും ചെയ്യാത്ത ഒരു ഡയറക്ടർ, ഒരു കൊച്ചു പയ്യൻ്റെ ഒരു പൊട്ടത്തരമായിട്ട് അവർ കണ്ട് അവർ വിട്ടതാണ്. അപ്പോൾ അതിനുശേഷം എൻ്റെ മനസ്സിൽ ഈ സംഭവം ഇങ്ങനെ കിടക്കുകയാണ്, വിഷമം. കാര്യം 1 കൊല്ലം 2 കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഞാൻ മടുത്തിട്ട് ഞാൻ കൊണ്ടുവന്ന് വീട്ടിൽ പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചു. ഏകദേശം അത് ആ ഒരു ഇരിപ്പ് ഏകദേശം എനിക്ക് തോന്നുന്നൊരു 4 വർഷത്തോളം ആ പെട്ടിയിൽ ഞാനത് സൂക്ഷിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം ഒരവസരം വന്നപ്പോൾ എന്തോ പണിയില്ലായ്മയോ അങ്ങനെയുള്ള എന്തോ ചെറിയൊരു ഗ്യാപ്പ് വന്നു. ഈ ഗ്യാപ്പ് വന്ന സമയത്ത് ഞാൻ ഈ സാധനം പൊടി തട്ടിയെടുത്തു, ഒന്ന് വായിച്ചൊക്കെ നോക്കി, കഥ കൊള്ളാം. അങ്ങനെ ഞാനത് എൻ്റെ അടുത്തൊരു പോലീസുകാരനുണ്ട്, ബക്കർക്ക എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഈ കലയൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. അങ്ങനെ ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചു, എനിക്ക് ഒരു സിനിമ ചെയ്യണം. എന്താണ് അല്ല അതിന് മുന്നേ ഒരു സംഭവം എന്ന് വെച്ചാൽ, ആദ്യം എനിക്കൊരു പ്രൊഡ്യൂസറിനെ തരാം എന്ന് പറഞ്ഞിട്ട് കൊല്ലത്തൊരു വ്യക്തി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടുന്ന് നേരെ അവിടെ ചെന്നു, കഥയൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചു. അപ്പോൾ അവർ പ്രൊഡ്യൂസറിനൊക്കെ തരാമെന്ന് പറഞ്ഞതിന് ശേഷം സത്യം പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൈസയൊക്കെ അടിച്ചു മാറ്റാൻ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെ പ്രൊഡ്യൂസറിനെ തരാമെന്നും പറഞ്ഞ് വിളിപ്പിച്ചു. പക്ഷേ എങ്കിൽ തന്നെ അവിടെ ചെന്നപ്പോഴത്തേക്കിന് പുള്ളിക്കൊരു കഥാപാത്രം കൊടുക്കണം, പിന്നെ ഞാൻ പറയുന്ന ക്യാമറമാൻ വെക്കണം, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഒക്കെ ആയി. പുള്ളി പ്രൊഡ്യൂസറിനെ തരുന്ന മട്ടൊന്നുമില്ല, പുള്ളി കുറേ എന്താ പറയുക ചാളുപാടിക്കാരനും മാത്രമാണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ഇവിടെ പോകാൻ എനിക്ക് വണ്ടിക്കൂലിയില്ല. അങ്ങനെ ഞാൻ എവിടെയോ കടം വാങ്ങിയിട്ടാണ് എൻ്റെ ഈ ബക്കറബി എന്ന് പറയുന്ന ഇക്കയുടെ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ കാർ എടുത്തിട്ടാണ് ഈ പറഞ്ഞ പ്രൊഡ്യൂസറിൻ്റെ വീട്ടിലേക്ക് യാത്രയാവുന്നത്. അപ്പോൾ അവിടെ ചെന്ന് വലിയ ആശയിൽ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരെ പറഞ്ഞു കേൾപ്പിച്ച് അവസാനം ക്യാമറാമാൻ വന്ന് കണ്ടു, ക്യാമറാമാനെയൊക്കെ പരിചയപ്പെടുത്തി. അങ്ങനെ പ്രൊഡ്യൂസറിന് എന്തായാലും കിട്ടത്തില്ലെന്ന് ഉറപ്പായി. കാര്യം അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ നിന്നും എന്താണ് ഏതാണെന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലായി. അതിനുശേഷം ഞങ്ങളിങ്ങനെ പോരുന്നതിന് ശേഷം ഞാൻ ഈ വണ്ടി എടുത്ത ബക്കർക്കാടിക്ക് പറഞ്ഞു, ഇതേപോലെ ഒരു സംഭവത്തിന് പോയതാണ്. അപ്പോൾ ബക്കർക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, ചെറിയ ബഡ്ജറ്റ് മതി, എനിക്കൊന്ന് ഷൂട്ട് ചെയ്ത് തീർക്കാൻ പറ്റുമോ, എനിക്ക് തിയേറ്ററിൽ ഓടിക്കണമെന്നൊന്നുമില്ല, എൻ്റെ ഒരു സബ്ജക്റ്റാണ്, അതിനെ ഒന്ന് ഒരുപാട് അലഞ്ഞു, ബക്കർക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു അത് എത്ര ലക്ഷം രൂപ ഓടാ. ഞാൻ പറഞ്ഞ ഒരു 5 ലക്ഷം രൂപ. കാര്യം അന്ന് നമുക്ക് വലിയ ബിഗ് ബഡ്ജറ്റുള്ള സാധനം തിയേറ്റർ എന്നൊന്നും സ്വപ്നം കാണുന്നില്ല, നമുക്ക് ഏതെങ്കിലും ഒരു OTT കൊടുക്കാം, ചെറിയ ക്യാമറ കൊണ്ട് നമുക്ക് ചെയ്താൽ മതി എന്നുള്ള ഒരു സബ്ജക്റ്റിൽ ഒരു 3 ലക്ഷം രൂപ പറഞ്ഞു. കാര്യം എന്താ 5 ലക്ഷം രൂപ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറയും എന്നെ കൊണ്ട് ഗതിയില്ലടാന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് 3 ലക്ഷം രൂപ താത്തു പിടിച്ചു. അങ്ങനെ ശരി നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. വളരെ ഫാസ്റ്റിൽ തന്നെ അദ്ദേഹം ഒരു 2 ദിവസത്തിനുള്ളിൽ ഒരു പൈസ ഇവിടെ നിന്നൊക്കെയോ മറിച്ചു. ഞങ്ങൾ അങ്ങനെ ഒരു പൂജ വിളിച്ചു കൂട്ടി, ഔഡി പ്ലസിൻ്റെ പൂജ. അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകൾ, പ്രൊഡ്യൂസറാണെന്ന് പറയുമ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വരും. അങ്ങനെ ആർട്ടിസ്റ്റുകൾ ഞങ്ങൾ KC സെൻറ്ററിലൊക്കെ ലാവിഷായിട്ട് ക്യാമറ ഒക്കെ എടുത്തു. അതേപോലെ തന്നെ വലിയൊരു ഫംഗ്ഷനായിട്ട് അജയൻ സരിഗമ, അതേപോലെ തന്നെ കുറേ അറിയപ്പെടുന്ന പ്രൊഫഷണൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, ഷിബു മംഗലക്കൽ, അങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് വ്യക്തികളുണ്ടായിരുന്നു. അപ്പോൾ ഒരു സിനിമയുടെ പൂജയാകുമ്പോൾ അറിയാമല്ലോ, എല്ലാവരും വന്നുപെടും. അങ്ങനെ ഞങ്ങൾ പൂജയൊക്കെ ചെയ്തു. അവിടെ വെച്ചൊരു കുറേ ബന്ധങ്ങളുണ്ടായി. അവരെല്ലാം കൂടെ പിടിച്ച് നമ്മൾ ഗ്രൂപ്പിനകത്ത് ആഡ് ചെയ്തു. നമ്മളെ ഷൂട്ട് ഏകദേശം തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്കൊരു ഈ പ്രൊഡ്യൂസറിന് നമുക്ക് ഫണ്ട് വരാൻ ശകലം താമസമുണ്ട്. കാര്യം ആരുടെയൊക്കെ ചോദിച്ചിട്ടുണ്ട്, അത് കിട്ടി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊരു മുൻധാരണയാക്കിയിട്ടാണ് നമ്മുടെ ബക്കർക്ക് അങ്ങനെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളും വാക്ക് വിശ്വസിച്ച് കുറച്ച് പൈസ തരികയും ചെയ്തു. പിന്നീട് നമ്മുടെ ലക്ഷ്യം എന്താണ്, നമുക്ക് ലൊക്കേഷൻ കാണാൻ പോകണം. അങ്ങനെ ഞങ്ങൾ ഏകദേശം ആദ്യം ശശിയേട്ടൻ, ബക്കർക്ക്, ഞങ്ങൾ 2 വാഹനത്തിലാണ് പോകുന്നത്. ഏകദേശം ഒരു ഇന്നോവ ബക്കർക്കൊക്കെ വാടകയ്ക്ക് എടുത്തു, ഞങ്ങൾ വേറെ വണ്ടിയിലും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ ചങ്ങനാശ്ശേരി ചെന്നു. ഞങ്ങളൊരു വണ്ടിയായിട്ട് ഞങ്ങളുടെ GK എന്ന് പറയുന്ന മെയിൻ ഹീറോ അദ്ദേഹത്തിനെ അതിനകത്ത് കയറ്റി ഞങ്ങൾ
അമ്മച്ചി കൊട്ടാരം, പിന്നെ അതേപോലുള്ള കുറേ സ്ഥലങ്ങൾ ഇടുക്കിയിൽ. നമ്മുടെ ഒരു റിട്ടയേർഡ് അഡ്വക്കേറ്റ് ഉണ്ട്, അഡ്വക്കേറ്റ് അല്ല ജഡ്ജിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരങ്ങ് വിട്ടുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ശശീന്ദ്രനുമായിട്ട് നല്ല കോൺടാക്റ്റാണ്. അപ്പോൾ അങ്ങനെ ശശീന്ദ്രനുമായിട്ട് ഞങ്ങൾ അവിടെ പോയി കട്ടപ്പന എന്ന് പറയുന്ന ഭാഗത്ത് പോവുകയും അങ്ങനെ ഇതൊക്കെ വീഡിയോ കിടപ്പുണ്ട്. അത്യാവശ്യം നിങ്ങൾ ആ ലിങ്ക് എടുത്ത് നോക്കിയാൽ ഞാൻ ഇതൊന്ന് പിൻ ചെയ്ത് വെച്ചേക്കാം. അങ്ങനെ വളരെ രസകരമായ രീതിയിൽ 2 ദിവസം കൊണ്ട് ഞങ്ങൾ ഷൂട്ടിങ്ങിന് പോയി, ലൊക്കേഷൻ കാണാൻ പോയി. അവിടെ എല്ലാം കണ്ട് തിരിച്ചു വന്നു. പക്ഷേ ഇതിനിടയ്ക്ക് പ്രശ്നം എന്ന് വെച്ചാൽ ഒരു പ്രൊഡ്യൂസറിനെയും ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു ക്യാമറമാനൊക്കെ എന്ന് പറയുമ്പം അത് പ്രൊഡ്യൂസറും ഡയറക്ടറും മാത്രമായിട്ട് ഇരിക്കണം, പറഞ്ഞു മനസ്സിലായി. അപ്പോൾ എനിക്ക് അന്ന് അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ വിളിച്ചു വരുത്തിയ പലയിടത്തുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം ഡയറക്റ്റ് പ്രൊഡ്യൂസറിൻ്റെ കൂടെ കയറി, ഞാൻ വേറെ വണ്ടിക്കകത്തും കയറി. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഇച്ചിരി മദ്യം കഴിക്കുകയും കൂട്ടത്തിലുള്ളൊരു അതും ഇതൊക്കെ പറയുകയും ബക്കറിക്കയുടെ മനസ്സ് ഇച്ചിരി എന്തോ മാറിപ്പോയെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്കും പോയിട്ട് വന്നതിന് ശേഷം പണ്ടത്തെ കൂട്ട് അത്രയും ആത്മാർത്ഥത ഇക്കാടെ ഭാഗത്തൊന്നും ഉണ്ടായില്ല. അത് എനിക്ക് തോന്നുന്നു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് തിരിച്ചായിരിക്കും, നമ്മൾ ചോദിക്കാനൊന്നും പോയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും ഈ കോവിഡ് എന്ന് പറയുന്നൊരു സംഭവം ആ സമയത്താണ് കയറി ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ എൻ്റെ ബിസിനസ്സുകളൊക്കെ തകർന്ന് ഞാനും ഒരു വീടൊക്കെ പഞ്ചായത്തിൻ്റെ വീടൊക്കെ വെച്ച് കുറേ ബാധ്യതയിൽ ഞാൻ നിൽക്കുക. ആ ഒരു സമയത്താണ് ഈ കോവിഡും കൂടെ കയറി വരുന്നത്. അപ്പോൾ കോവിഡ് വന്നതുകൊണ്ട് തന്നെ ബക്കറൊക്കെ പറഞ്ഞു, മോനെ എൻ്റെ കയ്യിൽ ഫണ്ട് ഇനി വരില്ല, കാര്യം എനിക്ക് തരാമെന്ന് പറഞ്ഞ ആൾ തരുന്നില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ സിനിമ നടക്കുമെന്ന് എനിക്കറിയില്ല. എന്നിട്ടും ഒരു 2-3 ദിവസം ഷൂട്ടൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു. നിതിൻ ദ്രോണയെ വെച്ച് നമ്മളൊന്ന് തുടക്കം ഇട്ട് പനിയന്നാറോ സ്കൂളിലും അതേപോലെ നമ്മുടെ എച്ച് മാളിലും ഒക്കെ അങ്ങനെ ചെറിയൊരു സെറ്റപ്പിലുള്ള സാധനം തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫണ്ടിൻ്റെ ഇഷ്യൂ കൊണ്ട് ബക്കർക്കായി കുറ്റം പറയാനും ഒക്കില്ല, ബക്കർക്കാടിക്ക് എനിക്കൊന്നും പറയാനും ഒക്കില്ല, കോവിഡിൻ്റെ ടൈമാണ്. അങ്ങനെ പക്ഷെ ഞാൻ ഇറങ്ങി അത് തീർക്കണം. കാര്യം എന്നെ വിശ്വസിച്ച് പൂജയ്ക്ക് വിളിച്ച ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നീട് അങ്ങോട്ടൊരു യാചനയായിരുന്നു. ഒരുപാട് ആൾക്കാർ അവരെ കൊണ്ട് പറ്റുന്ന രീതി, GK, പിന്നെ അതേപോലെ തന്നെ നജൂബ്, ബെൻഹർ, സജീവ്, അവർക്കൊക്കെ ചെറിയ ചെറിയ കഥാപാത്രം കൊടുത്തുകൊണ്ട് ഞങ്ങൾ വെറും 20 ദിവസം കൊണ്ട് തീരേണ്ട മൂവി ഔഡി പ്ലസ് 2 വർഷത്തിന് ശേഷമാണ് ഔഡി പ്ലസ് തീർന്നത്. അതിനിടയ്ക്കും വിശാലമായ അല്ലെങ്കിൽ ചിരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കാര്യം എനിക്ക് ഈ ഷൂട്ടിൻ്റെ ഒരു ക്ലൈമാക്സ് റൗണ്ടിൽ എനിക്കൊരു സബ് ജയിൽ, അതായത് ഒരു ജയിലിൽ നിന്നും പുറത്തോട്ട് റിലീസ് ചെയ്യുന്ന ഒരു ഡിവിഷൻ വേണം, ഒരു ചിത്രീകരണം വേണം. അങ്ങനെ ഞങ്ങൾ കുറേ അന്വേഷിച്ചപ്പോൾ പിന്നെ DGP ഓഫീസിലൊക്കെ കൊണ്ടുവന്ന് ലെറ്റർ കൊടുക്കണം, ആപ്ലിക്കേഷൻ കൊടുക്കണം. പിന്നെ 40,000 രൂപയാണ് അതിൻ്റെ എമൗണ്ട്. അത് 10 മിനിറ്റത്തേക്കാണെങ്കിലും 5 മിനിറ്റത്തേക്കാണെങ്കിലും അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ് ഒരുപാട് കൂടി. അതിനുവേണ്ടി തന്നെ തിരുവനന്തപുരത്ത് പോയി നേരിട്ട് അന്വേഷിച്ചു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞാൻ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ കരുനാഗപ്പള്ളി ഈ സബ് ജയിലിൻ്റെ ഒരു കാര്യം ചിത്രീകരിക്കണമെങ്കിൽ അതിനകം എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുമ്പോൾ ഞങ്ങൾ ഷൂട്ടിൻ്റെ റൂം എടുത്ത ആര്യാസ് എന്ന് പറഞ്ഞൊരു ലോഡ്ജ് ഉണ്ട് കരുനാഗപ്പള്ളി. അപ്പോൾ അതിൻ്റെ ഇടവഴി ഞാൻ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾക്ക് ഇങ്ങനെ കാണാം, ഗ്രില്ലിട്ട് അല്ലെങ്കിൽ ഇടുക്ക് വഴി അല്ലെങ്കിൽ സ്റ്റഡിയായിട്ട് കിടക്കുന്ന താഴെ മാർബിൾ ഇട്ടേക്കുന്ന രീതിയിലുള്ള ഒരു നമ്മുടെ ജയിലിൻ്റെ ഫീലിംഗ് കിട്ടുന്ന ഒരു സ്ഥലം. അങ്ങനെ ഞാനത് ജസ്റ്റ് നമ്മുടെ ഒരു കോഴിക്കോടിൻ്റെ നെറ്റ് ആക്രിക്കടയിൽ പോയി എടുത്തിട്ട് ആ നെറ്റ് കൊണ്ടൊന്ന് ഫ്രണ്ടി വെച്ചിട്ട് തിരുവനന്തപുരം വഴുതക്കാട് സൂര്യാസിൽ നിന്നും നമ്മുടെ ജയിൽ പുള്ളികളുടെ കുറച്ച് ഡ്രസ്സും വാടകയ്ക്ക് എടുത്തു. അതിനുശേഷം ക്യാമറമാനെ കൊണ്ടുവച്ചു, ആര്യാസിൽ പെർമിഷൻ ചോദിച്ചു. അങ്ങനെ ആ ഇടവഴിയിൽ വെച്ച് ചിത്രീകരിച്ച ഒരു ഷോട്ടാണ് ഔഡി പ്ലസിൻ്റെ അവസാനം ഉള്ളത്. പക്ഷേ സബ് ജയിലിൻ്റെ ഫ്രണ്ട് കാണിക്കുന്നുണ്ട്, ആലപ്പുഴ സബ് ജയിലിൻ്റെ ഫ്രണ്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇതൊന്ന് ഷൂട്ട് ചെയ്യണം, ഹെലിക്യാമ ഉറപ്പിക്കാൻ ഒക്കില്ല. കാര്യം ആലപ്പുഴ ഭയങ്കര ഡേഞ്ചർ മേഖലയാണ്. കാര്യം ഈ സബ് ജയിൽ അതേപോലെ ഉള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഹെലിക്യാം യൂസ് ചെയ്യാൻ ഒക്കത്തില്ല, റെഡ് അലർട്ട് മേഖലയാണത്, അത് കേസാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവന്നിട്ട് ക്യാമറമാന് ഭയങ്കര പേടി, കാര്യം എന്താ ഷൂട്ട് ചെയ്യാൻ. അവസാനം പുള്ളി ധൈര്യം സംഭരിച്ചിട്ട് പുള്ളി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, വിൽപ്പനയ്ക്കൊന്നും അല്ലല്ലോ, ഞാനൊരു ഫോട്ടോ എടുക്കാൻ, എൻ്റെ കുട്ടിക്ക് പഠിക്കാനെന്ന് പറഞ്ഞൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളി പോയി, മഴയാണ്, ഇപ്പോൾ കുടയും കൊണ്ട് നിന്നിട്ട് ഒരു സ്റ്റിൽ എടുക്കുന്ന രീതിയിൽ ഒരു ഫോട്ടോ എടുത്തു. അവിടെ പുള്ളി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, 2 വണ്ടി ഈ സബ് ജയിലിൻ്റെ ഫ്രണ്ടിൽ വരണം, അവിടെ നിന്ന് പോകണം, അത്രയും കാര്യം മതി. കാര്യം ഇറങ്ങുന്നത് നമ്മൾ ആര്യാസ് വെച്ച് ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വണ്ടി വന്ന് സബ് ജയിലിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നതും പോകുന്നതുമായിട്ടുള്ള ഒറ്റ ക്ലിപ്പ് കിട്ടിയാൽ മതി. അതിന് ക്ലോസ് വേണമെന്നൊന്നുമില്ല, ഒറ്റ വൈഡ് ഷോട്ട് കിട്ടിയാൽ മതി. കാര്യം കൂടുതലും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് CCTV ഉണ്ടായിരുന്നു, അവർ കണ്ടു. അവർ വന്ന് ക്യാമറ പിടിച്ചിട്ട് പറഞ്ഞു, ഫോട്ടോ എടുക്കാൻ പറ്റില്ല, പെർമിഷൻ ഇല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ കുട്ടിക്ക് ഞാനൊരു പടം എടുത്തതാണ്, സബ് ജയിലിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, ആലപ്പുഴ ജയിലിൻ്റെ ഒരു പടം എടുത്തതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ക്യാമറാമാൻ എന്തായാലും എസ്കേപ്പ് ആയി അവിടുന്ന്. കാര്യം ഇത് അനാവശ്യമായിട്ടൊരു സംഭവമല്ല, അതുകൊണ്ട് നമുക്കൊരു ധൈര്യമുണ്ട്. കാര്യം ചെറിയൊരു മൂവിയാണ്, അത് കച്ചവടം ചെയ്യാത്ത ഒരാഗ്രഹം കൊണ്ട് എടുക്കുന്ന ഒരു ചെറിയ സംഭവമാണ്, അപ്പോൾ അതുകൊണ്ട് വിഷയമല്ല. പക്ഷേ ഈ ആലപ്പുഴ അന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആലപ്പുഴ സബ് ജയിലിൻ്റെ ആ ബോർഡൊക്കെ നമുക്ക് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്ന് കാണുമ്പോൾ നമ്മുടെ കഷ്ടകാലത്തിന് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോയ സമയത്ത് ഫ്ലെക്സൊക്കെ ഇളകിയിട്ട് അത് മടങ്ങി കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ എന്തായാലും ആലപ്പുഴ അതിനകത്ത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. കാര്യം ക്ലൈമാക്സിൽ ആലപ്പുഴയൊക്കെ വളരെ ബെറ്ററാണ്. കാര്യം ഒരു പ്രത്യേക രീതിയിലാണ് നിഹാസ് മെഹബൂബ് അത് BGM ചെയ്തേക്കുന്നത്. അത് ഒരു വല്ലാത്ത ഒരു സൈക്കോ തരത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുന്ന രീതിയിൽ മറ്റൊരു സിനിമയിലും നിങ്ങൾക്ക്, ഇത് എൻ്റെ സിനിമ ആയിട്ട് പറയില്ല,
പക്ഷേ മറ്റൊരു സിനിമയിലും കേൾക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഔഡി പ്ലസിൻ്റെ എൻഡ് പോർഷനിലുള്ളത്. നിങ്ങൾ ഏകാന്തമായിരിക്കുമ്പോൾ ഹെഡ്സെറ്റൊക്കെ വെച്ച് ഇച്ചിരി നല്ല സൗണ്ടിൽ ഹെഡ്സെറ്റൊക്കെ വെച്ച് കണ്ണടച്ചിട്ട് നിങ്ങളത് കേൾക്കാൻ ശ്രമിക്കുക. വല്ലാത്തൊരു ഫീലാണ്. നമ്മൾ വേറെ ലോകത്തേക്ക് നമുക്ക് കൊണ്ടുപോകുന്ന ഒരു സാധനമാണ്. എനിക്കങ്ങനെ ഫീൽ ചെയ്തു. ഇനി നിങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല. എന്തായാലും അങ്ങനെ എന്തെങ്കിലും ഫീൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും വീഡിയോ ഒരുപാട് ലെങ്തായി. ഇത് തീർക്കാനൊക്കെ കണ്ടീഷനാണ്. കാര്യം ഈ ഔഡി പ്ലസിൻ്റെ കഥ തുടങ്ങി ഇനി അങ്ങോട്ട് എനിക്ക് തോന്നുന്നു ഒരു 2-3 എപ്പിസോഡ് കൂടെ ചെയ്തെങ്കിലേ ഔഡി പ്ലസിൻ്റെ കഥ അപ്ലോഡ് ചെയ്ത സമയം വരെയുള്ള സംഭവം കൊണ്ടെത്തിക്കാനൊക്കെ ഉള്ളൂ. ഒരുപാട് ലെങ്തായി. അതുകൊണ്ട് ക്ഷമിക്കുക. അടുത്ത എപ്പിസോഡ് തീർച്ചയായിട്ടും 42ാമത്തെ എപ്പിസോഡിൽ ഔഡി പ്ലസിൻ്റെ ഒരു 2ാം ഭാഗമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെയും കാത്തിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതിൻ്റെ അനുഭവവും പെർഫോമൻസും ഒക്കെ മോശമാണെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് എഴുതുക, ലൈക്ക് അടിക്കുക, അതേപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുക. കാര്യം ഒരുപാട് സിനിമാ മോഹികളുണ്ട്. അവർക്കൊക്കെ കുറച്ച് പാഠങ്ങൾ, ഞാൻ പഠിച്ച കുറച്ച് പാഠങ്ങൾ പറഞ്ഞു തരാനും വലിയ കുഴിയിലേക്ക് പോയി വീഴാതിരിക്കാനുമുള്ള ഒരു എളിയ വീഡിയോ ആണ്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കാര്യം ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 5 വർഷത്തോളമായി. ഔഡി പ്ലസിൻ്റെ അതേ കാലത്താണ് തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വരെയും ഇത് എനിക്ക് ഹൈ ക്വാളിറ്റിയിൽ പിക്ചറുകൾ എടുക്കാനും എനിക്കവിടെ നല്ലൊരു വാഹനം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കവിടെ ഓടിച്ചെന്നിട്ട് നല്ല ക്വാളിറ്റിയിൽ എടുത്തിട്ട് ഓരോ കണ്ടൻറ്റുകളും നിങ്ങളെ മുന്നിൽ എത്തിക്കായിരുന്നു. അതിനുള്ള സാമ്പത്തികവുമായ അതിനുള്ള ജീവിത സാഹചര്യമോ അല്ലാത്തതിൻ്റെ പേരിലാണ് വീഡിയോകൾ കൂടുതലിടാത്തതും നിങ്ങളുടെ മുന്നിലേക്ക് വലുതായിട്ട് വരാത്തതും. അപ്പോൾ എന്തായാലും എല്ലാ കലാസ്നേഹികളും അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.